പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊണ്ണൻ അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. സംഗതി കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, സംഗതി കാണുന്നില്ലേ, സംഭവം പലവിധം പലതുമായി നടന്നിട്ടില്ലേ, ഇപ്പോഴും നടക്കുന്നില്ലേ, ഇനിയും നടക്കുകില്ലേ. ഈ പാട്ട് യാഥാർത്ഥ്യമായിട്ട് സത്യം. എന്തെന്ത് സുഖപൂരം നിൻപക്കിലിരുന്നാലും, ഏറെ പോറിമ്പണം ഗൾഫീന്ന് വന്നാലും, എന്നും സ്വർണം വെച്ച് വിളമ്പി നീ തിന്നാലും പറ്റിപ്പോകും, തെറ്റ് പറ്റിപ്പോകും. അയലത്ത് കണ്ടമെട്ടത്തൊരു ഗഡുപതിൽ പെട്ടും പോകും, നീയും പെട്ടും പോകും. ആ ഒരു പാട്ടുണ്ടല്ല, പൂട്ടാതെ തന്തയായി മണ്ണാന്റെ ഒരു മൂരി, ഗൾഫിലെ പുരുഷൻ നിന്റെ കഥയുമതാണെൻഹൂറി. കറക്കാതെ കറവ പറ്റി ഒരു പശുവായി നീ മാറി, ഇരുവരും ഇരുകരയിൽ യൗവന ചുവടും പേറി. ഇരുപതിലെന്തർത്ഥം, ഞാൻ അടുത്ത പ്ലെയിൻ കേറി ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നേ. പാട്ടിന് 100-110% നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിനൊക്കെ തെറ്റ് നമ്മൾ കാരണം. പിന്നെന്താ, പെണ്ണിന്റെ ആവശ്യം അറിയാത്തതാ. ഇനി ഒരു കാര്യം പറ്റേ, ഏറ്റവും വലിയ വിഡ്ഢിത്തരം നമുക്ക് പറ്റുന്ന ഒരുവിധം, എന്റെ കാര്യം ഞാൻ പറയണതല്ല, ഞാൻ ഒരുവിധം ഗൾഫാർക്ക് പറ്റുന്ന തെറ്റ്, ഒരു 2000 അടച്ചു. ഞാൻ 2000 അയച്ചു, നീ എന്താ ചെയ്തവിടെ? ആ ചോദ്യമുള്ളവിടെ അവിടെ 101 കാര്യങ്ങൾ ചെയ്യാണ്ട്. നമ്മ 2000 അയച്ച് 2000 കിട്ടിയ എത്ര കിട്ടും? 45-50 കിട്ടിയോട്ടെ. ഈ 50 കിട്ടി കഴിഞ്ഞാ പാൽക്കാരന് കൊടുക്കണം, പേപ്പറുകാരന് കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, വീട്ടിൽ നിന്ന് അടയ്ക്കണം, കുട്ടികളെ ഫീസ് അടക്കണം, ഇതൊക്കെ പോട്ടെ. പെണ്ണുങ്ങൾ പുറത്തു പോകുമ്പോ അയൽക്കത്തുള്ള പെണ്ണുങ്ങൾ എന്താ പറയാ, അവിടുന്ന് ഒരുങ്ങിതേ പോണ്. എവിടേക്ക് പോണം? ചിലപ്പോ പഞ്ചായത്തിലേക്കാവും, അല്ലെങ്കിൽ ബാങ്കിലേക്കാവും, അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കാവും, അതല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പേപ്പറുകൾ ക്ലിയർ പൈസ വാങ്ങാനൊക്കെ അല്ലേ പോവാ. പൊതുവെ അയൽവാസികൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. പൊതുവെ പറയാ എന്താ, അയാള് ഗൾഫില്, അവിടെ നേരെ പോണ്, രാവിലെ പോയ വൈകിട്ട്. ഇത് സ്വാഭാവികമായിട്ടുള്ള പറയണ. കാരണം ഞാൻ എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാല് നമ്മളൊരു കാര്യത്തിന് പോണെങ്കിൽ 101 തവണ പോകണം. ഇപ്പൊ ഒരു പേപ്പർ ശരിയാക്കണമെങ്കിൽ എത്ര തവണ പോകണം? ഞാൻ 4 മാസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേപ്പർ പോലും ശരിയാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ പെണ്ണുങ്ങള് ഇതിനു വേണ്ടിയിട്ടല്ല ഓടുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അതാരും മനസ്സിലാക്കണില്ല. സ്വാഭാവികമായിട്ട് അവര് മനസ്സിലാക്കണെന്താ, അവള് ഇതേ ഫർദട്ട് പോയി, അല്ലെങ്കിൽ ഇതേ അവള് പൊട്ടും തൊട്ട് ഇതേ പോയി. എന്തിനാ പോണേ, ഏതിനാ പോണെന്നുള്ളത് ആരും ചിന്തിക്കില്ല. ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാര് ചൂടന്മാരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. ഇത് പറയല്ല. കാരണം നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളെ ആശ്രയിച്ചല്ലേ നിൽക്കണുള്ളൂ. അവർക്ക് വേറെ ഒന്നുമില്ല. നമ്മളെ വേണ്ടോ? നമ്മളും നമ്മുടെ മക്കളെ ആ കുടുംബം നോക്കണുള്ളൂ. അവരതിനു വേണ്ടിയിട്ട് ഓടുന്നതും പിടിക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ നടക്കുന്ന എന്താ, സമൂഹം സമൂഹത്തിലുള്ള ആളുകൾ, കുറച്ച് വ്യക്തികൾ, എല്ലാവരും ഞാൻ പറയില്ല, അതിൽ കുറച്ച് വ്യക്തികൾ, അവര് എന്താ പറയാ, നമ്മളൊക്കെ എന്റെ ഉപ്പാന്റെ കാലത്ത് ഉപ്പ പോയിട്ട് പെണ്ണ് കണ്ടിട്ടില്ല.